കരൾ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി 3.5 വയസ്സുകാരൻ ദേവിയാന് കരൾ പകുത്തു നൽകാൻ അമ്മയുണ്ട്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 55 ലക്ഷം രൂപ എവിടെ നിന്ന് കണ്ടെത്തുമെന്നറിയാതെ വേദനയോടെ കഴിയുകയാണ് കുടുംബം. കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഷാഫി പറമ്പിൽ എംപിയുടെയും ടി പി രാമകൃഷ്ണൻ MLAയുടെയും അടക്കം സജീവ പ്രവർത്തനം നടത്തുകയാണ്. വയസ്സ് മാത്രമേ ഉള്ളൂ കുഞ്ഞു ദേവിയാന്. കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും കഴിഞ്ഞിരുന്ന കുഞ്ഞിനെ കരൾ ക്യാൻസറിന്റെ രൂപത്തിൽ വിധി വേട്ടയാടുകയായിരുന്നു. കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കേണ്ടി വരുമെന്ന് പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞപ്പോൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ അമ്മ നിത്യ സ്വന്തം കരൾ മകനായി പകുത്തു നൽകാൻ തയ്യാറായി. എന്നാൽ ആ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 55 ലക്ഷം രൂപ സാധാരണക്കാരായ ഈ കുടുംബത്തിന് കണ്ടെത്താനാവാത്ത സ്ഥിതിയാണുള്ളത്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി ഇതുവരെ 30 ലക്ഷത്തോളം രൂപ മാതാപിതാക്കളായ ശ്രീനിഷും നിത്യയും അടങ്ങുന്ന കുടുംബത്തിന് ചെലവഴിക്കേണ്ടി വന്നു. കടം വാങ്ങിയും ഉണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം പണയപ്പെടുത്തിയും സ്വരൂപിച്ച തുകയായിരുന്നു അത്. ഇനിയും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന 55 ലക്ഷത്തിലധികം രൂപ എങ്ങനെ കണ്ടെത്തുമെന്ന് ഈ കുടുംബത്തിന് അറിയില്ല. ഈ സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിൽ MP, ടി പി രാമകൃഷ്ണൻ MLA തുടങ്ങിയവരെ രക്ഷാധികാരികളാക്കി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചത്. ദേവിയാൻ എന്ന കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകളായ എല്ലാ മനുഷ്യരും സഹായം ലഭ്യമാക്കണമെന്ന് ഷാഫി പറമ്പിൽ MP അഭ്യർത്ഥിച്ചു. എന്താ പറയാ, ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ പ്രയാസമുള്ള തരത്തിലൊരു വേദനയാണ് ആ വാർത്ത നമുക്ക് തന്നത്. 3 വയസ്സുള്ള കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് എന്താവെന്ന് അറിയാം. എല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടതും കൊഞ്ചി കളിച്ച് ഓടി നടക്കേണ്ട ഒരു പ്രായത്ത് ഇങ്ങനെ കരളിന് അസുഖം വന്നിട്ട് അത് മാറ്റിവെക്കേണ്ട അവസ്ഥ കുഞ്ഞു കുട്ടിക്ക് വരിക എന്ന് പറയും. എന്തായാലും പെറ്റ അമ്മയോളം വരില്ലല്ലോ വേറെ ആരും. പെറ്റ അമ്മ തന്നെ അവരുടെ കരൾ പകുത്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ കുടുംബത്തിന് അത്രയും വലിയ തുക താങ്ങില്ല. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ സഹായിക്കണം. എന്നാലും എത്താതെ തികയാതെ വരുന്ന തുകയായിരിക്കും വലുത്. അത് എത്തിപ്പിടിക്കാൻ ആ നാട് ഒന്നിച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാവരും ചേർന്ന്, നാട്ടുകാർ തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകും. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പം നിങ്ങളുടെ പ്രേക്ഷകരും ഇത് കാണുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദേവിൻ്റെ ആ വീഡിയോ ഉൾപ്പെടെ കാണുന്നുണ്ട്, അവരെ കൊണ്ടാവുന്ന ഒരു സഹായം നിങ്ങളുടെ പ്രേക്ഷകരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശസ്ത്രക്രിയക്കായി ചെന്നൈയിലെ ആശുപത്രിയിലാണ് 3.5 വയസ്സുകാരനായ ദേവിയാൻ ഇപ്പോഴുള്ളത്. പക്ഷേ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ 55 ലക്ഷം എന്ന വലിയ തുക കണ്ടെത്തണം. അതിനായി നാട്ടുകാർ രൂപീകരിച്ച ചികിത്സാ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് ചാലിക്കര ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. സുമനസ്സുകൾ കൈകോർത്താൽ ദേവിയാന് സാധാരണ ജീവിതത്തിലേക്ക് വരാനാകും. അങ്ങനെ എത്രയും പെട്ടെന്ന് കളിചിരികളുമായി ദേവിയാൻ ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരാൻ നമുക്കും കൈകോർക്കാം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.